മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വാമദേവൻ അനന്തുവിനെ കണ്ട് വീട്ടിലെത്തിയതിന് ശേഷം സീമന്തിനോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും പൈസ ഇപ്പോഴായിട്ട് റെഡി ആയിട്ടില്ല, ഒരാഴ്ചയെങ്കിലും താമസം തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഡീല് വെച്ചു. എന്നാൽ 10 ലക്ഷം രൂപയ്ക്ക് പകരം 15 ലക്ഷം രൂപ വേണം തരാൻ എന്ന് പറഞ്ഞപ്പോൾ അത് അനന്തു സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും സീമന്തിനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. സീമന്തിനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട്, നമുക്ക് 10 ലക്ഷം രൂപയും കിട്ടും, 5 ലക്ഷം രൂപ ആ കരുണയ്ക്ക് കൊടുക്കുകയും ചെയ്യാം, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്നെല്ലാം പറഞ്ഞ് വളരെ സന്തോഷിക്കുകയാണ്. ഇതാ കരുണ അറിയണ്ട, ഇതിൻ്റെ പകുതി പൈസ 7 ലക്ഷം രൂപ അവൾക്ക് കൊടുക്കേണ്ടി വരുമെന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നീ ഇതൊന്നും ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട, നിൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതിയെന്നെല്ലാം പറയുമ്പോൾ ഞാനായിട്ട് ഇത് ആരോടും പറയില്ല എന്നല്ല സീമന്തിനി പറയുകയാണ്. അവൾ ICUലാണെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നു, അവൾ ICUൽ തന്നെയാണ്, അവളുടെ കുഞ്ഞിപ്പോൾ നഷ്ടപ്പെട്ടാൽ മതിയെന്നെല്ലാം സീമന്തിനിയാണെങ്കിൽ പറയുന്നത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, അവളുടെ കുഞ്ഞിപ്പോൾ നഷ്ടപ്പെടല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ അവൾ ഞാൻ പറയുന്ന ഡീലുകളൊന്നും തന്നെ അവൾ തരാൻ തയ്യാറാകില്ല. അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് കുഞ്ഞുണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. ആ കുഞ്ഞിൻ്റെ അച്ഛനെങ്കിലും വേണമല്ലോ എന്നോർത്ത് ഞാൻ പറയുന്ന കാര്യത്തിനെല്ലാം തന്നെ അവൾ സമ്മതിക്കുക ചെയ്യുമെന്ന് പറയുകയാണ് സീമന്തിനിയോട്. ഇതൊക്കെ മുകളിലിരിക്കുന്ന ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആര് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വാമദേവൻ ചോദിക്കുമ്പോൾ ആ വിശ്വനാഥൻ്റെ ആത്മാവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതാപൻ്റെ ശരീരത്തിൽ കയറിയത് കൊണ്ടാണല്ലോ പ്രതാപൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. ഇനി അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെങ്ങാനും അയാൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യവും നിങ്ങൾ തന്നെ വിളിച്ചു പറയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനി അവിടെ നിന്ന് പോകുന്നു. ഇത് കേൾക്കുന്ന വാമദേവനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇനി അങ്ങനെ എങ്ങാനും വല്ല സംഭവിക്കുമോ എന്നോർത്ത്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ ഇറങ്ങുന്ന തോമസ് ഡോക്ടറാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, താൻ ഒരിക്കലും ഇനി മഹിയെ വേദനിപ്പിക്കരുത്, തനിക്കായിട്ട് ദൈവം കരുതി വെച്ചതാണ് ആ കുട്ടിയെ, അതുകൊണ്ട് താൻ ഒരിക്കലും എൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പെരുമാറരുതെന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല, എനിക്ക് എൻ്റെ മഹിയെ വേദനിപ്പിക്കാൻ ഇനി കഴിയില്ല എന്നെല്ലാം പറയുമ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യമാണ് എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ദമ്പതികളോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ട് അത്രയും നല്ല മാതൃകാ ദമ്പതികളാണ് നിങ്ങൾ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകരുത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താങ്കൾ എന്നെ വന്ന് കണ്ടാൽ മതി, അപ്പോൾ തന്നെ തൻ്റെ മനസ്സിന് സുഖം കിട്ടുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തോമസ് വൈദ്യൻ അവിടെ നിന്നും പോകുന്നു. സാഗർ വീട്ടിലോട്ട് വരുന്നതും മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെയുണ്ട് ഏട്ടത്തിക്കെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം സുഖമായിട്ടിരിക്കുന്നു, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ എന്നാലും എന്തുകൊണ്ടായിരിക്കും കണ്ണേട്ടനാണെങ്കിൽ ഏടത്തിയോട് വഴക്കിട്ടത്, എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ കണ്ണേട്ടൻ ഈ സമയത്ത് ഏടത്തിയെ വഴക്ക് പറയില്ല എന്ന് പറയുമ്പോഴേക്കും അവർ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമായിരിക്കും മഞ്ജു, അതൊക്കെ എന്തിനാണ് നമ്മൾ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നാലും എനിക്കതറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് സാഗരേട്ടൻ ഞാൻ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, എനിക്ക് യാതൊരുവിധ ആകാംക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇത് കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിൽ ചെറിയൊരു സംശയം ഉണ്ടാകുന്നു. പിന്നീട് മാർക്കോ ആണെങ്കിൽ കണ്ണനോടും അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, അയാളെ ഒന്നുകൂടി വിളിച്ചു വരുത്തി ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് വെക്കണമെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അയാളെ ഒരു പ്രാവശ്യം കൂടെ വിളിച്ചിട്ട് ഈ ഒരു ഡീല് കൊണ്ട് തന്നെ അവസാനിപ്പിക്കണം, പിന്നെ ഇതിൻ്റെ പിറകിൽ വേറൊരു ഡീല് വെച്ചുകൊണ്ട് വരാൻ പാടില്ല, അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണെന്നും അയാളെ ഇനി വിളിച്ച് നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ പറയണമെന്ന് പറയുന്നു. എന്നോട് മഹി കാര്യങ്ങളൊന്നും സംസാരിക്കരുത് എന്നിപ്പോൾ അയാൾ പ്രാർത്ഥിക്കുകയായിരിക്കുമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. എന്നാലും അയാളുടെ മനസ്സിലിരിപ്പ് കൊള്ളാമെന്ന് പറയുമ്പോൾ അയാളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ഒന്നുകൂടി അനന്ത് സാർ അയാളെ വിളിക്കണം, കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കാനെന്ന് പറയുന്നു. അതേസമയം അനന്ത് പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ആളുകളെയാണ് നിൻ്റെ കമ്പനിയിൽ നീ വെച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇനി മാർക്കോനെയും ലോപ്പസിനെയും എല്ലാം വിളിച്ച് നിർത്തണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഞങ്ങൾ കൊണ്ടാവില്ല എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. മാർക്കോ പറഞ്ഞതനുസരിച്ച് വീണ്ടും അനന്തു ആണെങ്കിൽ വാമനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ രഹസ്യമാക്കി തന്നെ വെക്കാനായിട്ട് എത്ര രൂപയാണ് അവസാനമായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന വാമനാണെങ്കിൽ ആകെ ലോട്ടറി അടിച്ച പോലെയാകുന്നു. അങ്ങനെ വാമനാണെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു 60 ലക്ഷം രൂപയാണ് എനിക്ക് തരേണ്ടത്, എന്ന് വെച്ചാൽ എൻ്റെ വിശ്വനാഥനെയാണ് ആ പ്രതാപം കൊന്നിരിക്കുന്നത്, ഇത്രയും വലിയ ഒരു സത്യം എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നടക്കണം ണമെങ്കിൽ അത്രയെങ്കിലും രൂപ എനിക്ക് കിട്ടിയിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഈ ഡീലിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അനന്തുവാണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവരൊരു ഡീല് വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും പിരിയുന്നു.
പിന്നീട് വീട്ടിലെത്തുമ്പോൾ സീമന്തിനോടാട്ടി എടി നമ്മൾ രക്ഷപ്പെട്ടടി 15 ലക്ഷത്തിന് പകരം 60 ലക്ഷം രൂപയടി നമുക്ക് കിട്ടാൻ പോകുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ വാമദേവനാണെങ്കിൽ അവിടെ തുള്ളിച്ചാടുകയാണ്. അങ്ങനെ ഇത് കാണുന്ന സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങൾ അധികം ഒന്നും തുള്ളിച്ചാടണ്ട, ഇതിൻ്റെ പിറകിൽ അവളെങ്ങാനും ഇനി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം തന്നെ കുളമാകുമെന്ന് പറയുകയാണ്. ഈ കാര്യം അനന്തുവാണെങ്കിൽ നമ്മുടെ കണ്ണനോടായിട്ട് പറയുന്നു. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് അയാളുടെ മനസ്സിലിരിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ മനസ്സിലായി. ഇത് ഉണ്ണി അറിഞ്ഞാലുള്ളൊരവസ്ഥ എന്താണെന്നുള്ള കാര്യവും അനന്ത് ചോദിക്കുമ്പോൾ ഉണ്ണി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണയാണെങ്കിൽ ആ വീട്ടിലുണ്ടാവില്ല, അത് സത്യമാണ്. എന്ന് വെച്ചാൽ ഉണ്ണിയുടെ ചെറുപ്രായത്തിൽ തന്നെയാണ് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അച്ഛൻ്റെ വാത്സല്യമൊന്നും അനുഭവിക്കാതെയാണ് അവൻ വളർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കരുണയെ അവൻ അംഗീകരിക്കാൻ തയ്യാറാവില്ല. കരുണ പിന്നീട് കമലേശ്വരത്തുണ്ടാവില്ല എന്നെല്ലാം കണ്ണൻ തീർത്തു പറയുകയാണ്. പിന്നീട് ഉണ്ണിക്കാണെങ്കിൽ കരുണയുടെ സ്വഭാവത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകുകയാണ്. എന്ത് ചോദിച്ചാലും കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യമൊന്നും വരാതെ നല്ല സൗമ്യമായ രീതിയിൽ തന്നെ തന്നോട് പെരുമാറുന്നു. അതെല്ലാം ഉണ്ണിക്കാണെങ്കിൽ ആകെ ഒരു സംശയം ഉണ്ടാക്കുന്നു. ഉണ്ണിയാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് അവൾക്ക് എന്തോ എല്ലാം മാറ്റങ്ങളുണ്ട്, അവൾ എന്തോ കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നും മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവളിപ്പോൾ ശാന്തമായിട്ടിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയണം, ഞാനത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിലും അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയണമെന്നെല്ലാം ഉണ്ണി പറയുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.